ആദ്യമായി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ഈസ്റ്റർ ആശംസകൾ നേരട്ടെ. ഈസ്റ്ററിനെ പറ്റിയും വിഷുവിനെ പറ്റിയും ഒരു മെസ്സേജ് പറയുക എൻ്റെ കർത്തവ്യം. ആദ്യം നമുക്ക് ഈസ്റ്ററിൽ തുടങ്ങാം. ഈസ്റ്റർ യേശുക്രിസ്തുവിന്റെ യാതനകൾക്ക് ശേഷം, കുരിശുമരണങ്ങൾക്ക് ശേഷം 3-ാം ദിവസം യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുന്ന ആ ദിവസമാണ് നമ്മൾ ഈസ്റ്ററായി ആചരിക്കുന്നത്. ഈസ്റ്റർ എന്ന വാക്കിന്റെ ഉറവിടം നോക്കുകയാണെങ്കിൽ ആംഗ്ലോ സാക്സൺ സ്പ്രിംഗ് ദേവതയായ ഈസ്റ്റർ എന്ന വാക്കിൽ നിന്നാണ് ഈസ്റ്റർ എന്ന വാക്കുണ്ടായെന്ന് പറയപ്പെടുന്നു. വേറൊരു ഐതിഹ്യം ജർമ്മൻ വേർഡായ ഓസ്റ്റർ മീനിങ് സൺറൈസ്, ആ വാക്കിൽ നിന്നാണ് ഈസ്റ്റർ എന്ന വേർഡ് ഉണ്ടായത് എന്നൊരു അഭിപ്രായം കൂടിയുണ്ട്. അപ്പോൾ ബൈ സൺറൈസ് മീൻ യേശുക്രിസ്തുവിന്റെ റൈസ്, അതിനാണ് ഈസ്റ്റർ എന്ന വാക്കോടൊക്കെ പറയുന്നത്. ഈസ്റ്റർ എന്ന വാക്കിന്റെ ഒരു ഇമ്പോർട്ടൻസ് കാരണം കൂടിയാണ് സൂര്യൻ ഉദിക്കുന്ന ദിക്കിന് ഈസ്റ്റ് എന്ന വാക്കുകൊണ്ട് പറയപ്പെടുന്നത് എന്ന് ഈസ്റ്റ് എന്ന് പറയാൻ ഉണ്ടായത്. ഇനി നിത്യജീവിതത്തിൽ നമ്മുടെ ഈസ്റ്റർ നമ്മൾക്ക് എങ്ങനെ റെലവൻ്റ് ആണെന്ന് നോക്കുകയാണെങ്കിൽ 2 കാര്യങ്ങളാണത്. ഒന്ന്, നമ്മുടെ ജീവിതത്തിലെല്ലാം ധാരാളം പ്രതിസന്ധികളുണ്ട്, ധാരാളം നമുക്ക് വീഴ്ചകളും എല്ലാം വരുന്നുണ്ട്, ധാരാളം പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ യേശുക്രിസ്തു സ്വന്തം ജീവിതത്തോടെ കാണിച്ചു തരുന്ന, നമ്മൾ ആ ക്രൂസിഫിക്കേഷനോടെ കാണിച്ചു തരുന്ന നമ്മുടെ പ്രോബ്ലംസ് പേഷ്യൻ്റായിട്ടും പെർസിസ്റ്റൻസോടെയും ദൈവവിശ്വാസത്തോടെയും നേരിടുന്ന ഒരു മെസ്സേജാണ് അവർ നൽകുന്നത്. അപ്പോൾ നമ്മൾ ഓരോ പ്രോബ്ലംസ് എങ്ങനെ നേരിടാമെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ വിത്ത് ഫെയ്ത്ത് ആൻഡ് ഹോപ്പ് നമുക്ക് നേരിടാൻ പറ്റും. രണ്ടാമതായിട്ട് ഈ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി നോക്കുകയാണെങ്കിൽ വളരെ ശക്തമായ ശവക്കലറ ഭേദിച്ചാണ് യേശുക്രിസ്തു പുറത്തു വന്നത്. ഇത് നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഒരു ചങ്ങല കൊണ്ട് നമ്മളെ ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ലിമിറ്റേഷൻ പറയുകയാണെങ്കിൽ ലിമിറ്റിംഗ് തോട്ട്സ്, അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സ്, അല്ലെങ്കിൽ ലിമിറ്റിംഗ് ബിലീഫ്സ്, നമ്മളെ പറ്റിയുള്ള നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങളും നമ്മുടെ അനുഭവങ്ങളും കാരണം നമ്മൾ വിചാരിക്കുന്നു നമുക്ക് പലതും സാധിക്കില്ല എന്ന് വിചാരിക്കുന്നു. എങ്കിൽ നമ്മൾ ദൈവവിശ്വാസത്തോടെയും നമുക്ക് ഇത് പലതും നേരിടാൻ കഴിയും. അപ്പോൾ യേശുക്രിസ്തു കാണിച്ചു തരുന്നത് നമ്മൾ വിശ്വാസത്തോടെ നമ്മളുള്ള ശക്തി നമ്മൾ തിരിച്ചറിഞ്ഞ്, നമ്മളുടെ പൊട്ടൻഷ്യൽ നമുക്ക് തിരിച്ചറിയുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ വരാൻ കഴിയും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ആനയുടെ കാര്യം പറയുകയാണെങ്കിൽ, ചെറുപ്പത്തിൽ ഒരു ആനേനെ ചെറിയൊരു വടം കൊണ്ടാണ് കെട്ടിയിടുന്നത്. അപ്പൊ ആന ആദ്യം അത് വലിച്ച് പൊട്ടിക്കാൻ നോക്കുന്നു. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവുന്നത് പൊട്ടിക്കാൻ സാധ്യമല്ല എന്ന് മനസ്സിലാവുന്നു. അപ്പൊ ആന വലുതാവുമ്പോഴും ആന ഒരു ചെറിയ കയറിന്റെ ഫലത്തിൽ ഒരു ചെറിയ ഏരിയയിൽ കിടന്ന് കളിക്കുകയാണ്, അതിന് പുറത്തിറങ്ങാൻ നോക്കുന്നില്ല. അപ്പൊ ദാറ്റ് ബിക്കംസ് ദ കംഫർട്ട് സോൺ ഓഫ് ദ ആന. അപ്പൊ അതേപോലെയാണ് നമ്മളുടെ ഒരു കംഫർട്ട് സോൺ ഉണ്ട്, അതിലിരുന്ന് നമ്മൾ അതിൽ കൂടുതൽ പുറത്തിറങ്ങാൻ നോക്കുന്നില്ല പലപ്പോഴും. അപ്പൊ ഈ കംഫർട്ട് സോണിന് കംഫർട്ട് സോൺ ഇസ് ഇൻ ദ ഫോം ഓഫ് നമ്മുടെ തോട്ട്സും നെഗറ്റീവ് തോട്ട്സും നമ്മുടെ എക്സ്പീരിയൻസും കാരണം നമ്മൾ അങ്ങനെ ഒരു സോൺ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഓക്കെ, അതിൽ കൂടുതൽ നമ്മൾ ശ്രമിക്കുന്നില്ല, നമ്മളെ കൊണ്ട് സാധിക്കില്ല, അത് നമുക്ക് കഴിയില്ല എന്ന് വിചാരിക്കുന്നു. പക്ഷെ നമ്മളുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയിട്ട് നമ്മൾ സാഹചര്യങ്ങളെയും നമ്മൾക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസിനെയും നമുക്ക് അനുകൂലമായി യൂസ് ചെയ്ത് നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് നീങ്ങാൻ സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുന്നു. ഇനി രണ്ടാമതായിട്ട് വിഷുവിലേക്ക് കിടക്കാം. വിഷു ഇപ്പോൾ മേടമാസം, മലയാള മാസം 1 ഈ വിഷുവായിട്ട് ആഘോഷിക്കുന്നത്. അപ്പൊ മലയാളം ഒരു പുതുവത്സരമായിട്ട് കൂടി വിഷുവിനെ നമ്മൾ കാണുന്നു. വിഷു എന്ന വാക്കിന്റെ ഉറവിടം നോക്കുകയാണെങ്കിൽ അമരകോശത്തിൽ വിഷു എന്നും പര്യായ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂര്യൻ ഭൂമിയുടെ നേരെ ഉയരത്തിൽ വരുന്ന ദിവസമാണ് വിഷുവായിട്ട് ആഘോഷിക്കുന്നത്. അതായത് സൂര്യനും ദിനരാത്ര കാലേ സമം എന്ന് പറയുന്നത്, അതായത് ദിവസവും രാത്രിയും ഒരേ ദൈർഘ്യം വരുന്ന ദിവസമാണ്. അതായത് ചന്ദ്രനും സൂര്യനും 12 മണിക്കൂർ വീതം ഷെയർ ചെയ്യുന്ന ഒരു ദിവസത്തെയാണ് വിഷുവായിട്ട് ആഘോഷിക്കുന്നത്. അങ്ങനെ വളരെ അപൂർവമായ ദിവസമാണ് വിഷു. അപ്പോൾ ആ അവസരത്തിൽ
സൂര്യന്റെ വളരെ തേജസ്സായ ഒരു പ്രകാശം കൂടി നമുക്ക് ലഭിക്കുന്നു എന്നൊരു വിശ്വാസമുണ്ട്. ആ കാരണങ്ങൾ കൊണ്ട് ഭൂമിദേവി കിട്ടുന്ന ഈ സൂര്യപ്രകാശം കാരണം അത് ഭൂമിയുടെ ഒരു ബർത്ത്ഡേ അല്ലെങ്കിൽ പിറന്നാൾ കൂടിയായിട്ട് വിഷു ആണ് എന്നൊരു സങ്കല്പം കൂടിയുണ്ട്. അത് നമ്മൾ കേരളത്തിൽ വിഷുവായി ആഘോഷിക്കുന്നു. ഏകദേശം ഇതേ സമയത്താണ് നമ്മുടെ മറ്റു രാജ്യങ്ങളിൽ പഞ്ചാബിൽ ഉഗാദിയായിട്ടും ഈ കർണാടക, ആന്ധ്രാപ്രദേശ് എന്ന സ്ഥലത്ത് ഉഗാദിയായിട്ടും തമിഴ്നാട്ടിൽ ചിത്രയായിട്ടും ഇത് ആഘോഷിക്കുന്നു. അപ്പോൾ ഈ ദിവസം നമ്മൾ ഭൂമിക്ക് ഹിതമായ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. അതായത് ഭൂമി കളക്കലും എല്ലാം ഒന്നും ചെയ്യാറില്ല. പിന്നെ വിഷുവിന്റെ ടൈം നോക്കുകയാണെങ്കിൽ ഏകദേശം സ്പ്രിംഗ് ഫെസ്റ്റിവൽ അല്ലെങ്കിൽ കർഷക ഉത്സവം കൂടിയാണ് വിഷു. അപ്പൊ വിഷു കഴിഞ്ഞ് 10ാം ദിവസം അല്ലെങ്കിൽ 10ാം ഉദയത്തിന് ശേഷം അതാണ് ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത്. നമുക്ക് കർഷകർ വിത്ത് വിതയ്ക്കുന്ന സമയമാണ്. അതൊരു വളരെ നല്ല മുഹൂർത്തമുള്ള സമയമായി നമ്മുടെ മലയാള ഇതിൽ ആചരിക്കുന്നുണ്ട്. പിന്നെ വിഷുവിനെ പറ്റി വേറെ നോക്കുകയാണെങ്കിൽ നമ്മളെ വിഷുക്കണി. അപ്പൊ വിഷുക്കണി നമ്മൾ അതിമനോഹരമായ വിഷുക്കണി എന്ന് കാണുകയുണ്ടായി. അതിലേക്ക് ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് ധാരാളം ഫല പുഷ്പങ്ങളും പിന്നെ ഒരു നിലവിളക്കും ശ്രീകൃഷ്ണദേവന്റെ ഒരു പ്രതിമയും പിന്നെ കൊന്നപ്പൂ അതിലൊരു സ്പെഷ്യൽ ആണ്. പിന്നെ അത് കൂടാതെ നമ്മൾ ധനങ്ങളും ആഭരണങ്ങളും ഒരു ഗ്രന്ഥക്കെട്ടും അതിൻ്റെ കൂടെ ഒരു കണ്ണാടിയും വെക്കും. നമ്മളിവിടെ കണ്ണാടിയുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം വന്ന് രാവിലെ വിഷുക്കണി കാണുമ്പോൾ നമ്മൾ ഇതെല്ലാം കാണുന്നു. അതിൻ്റെ കൂടെ നമ്മുടെ മുഖം ആ കണ്ണാടിയിൽ കാണുന്നു. അപ്പൊ ഇതുപോലെ നമ്മളെ തന്നെ ദൈവത്തിന്റെ കാൽ കീഴിൽ നമ്മളെ അർപ്പിക്കുകയാണ്. അതാണ് അതിന്റെ ആ കണ്ണാടിയുടെ സിഗ്നിഫിക്കൻസ്. പിന്നെ ഇതിൽ ഓരോ ഐറ്റം അതിൻ്റെതായ സിഗ്നിഫിക്കൻസ് ഉണ്ട്. അതായത് ഈ ഫലങ്ങൾ നമ്മളുടെ അധ്വാനത്തെയും ധാന്യങ്ങൾ നമ്മളുടെ എന്താ പറയുക ഭക്ഷണത്തെയും ഗ്രന്ഥക്കെട്ട് നമ്മളുടെ ജ്ഞാനത്തെയും ഈ തേങ്ങ വെക്കാറുണ്ട്. അത് സൂര്യനെയും എല്ലാവരെയും റെപ്രസെന്റ് ചെയ്ത് നമുക്ക് വേണ്ട കാര്യങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഇതാണ് അതിൽ കാണുന്നത്. പിന്നെ വേറൊരു ചടങ്ങ് കൂടിയുണ്ട്, വിഷു കൈനീട്ടം എന്ന് പറയും. അപ്പൊ അത് നമുക്കെല്ലാം കുട്ടിക്കാലത്ത് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദിവസമായിരുന്നു. നമുക്ക് പാരൻസിൻ്റെ അടുത്ത് കാശ് ചോദിക്കാണ്ട് അവർ നമുക്ക് കാശ് തരുന്ന ഒരു അവസരമായിരുന്നു. ഇന്നിപ്പോൾ അത് അത്ര റെലവൻസ് ഇല്ല. കാരണം പോക്കറ്റ് മണി കുട്ടികൾക്ക് ധാരാളം ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നുണ്ട്. അന്ന് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു. അപ്പൊ അതിന്റെ പിന്നിൽ ഉള്ള പ്രത്യേകിച്ച് ഒന്നുമില്ല. കാരണവന്മാർ നമുക്ക് സാമ്പത്തിക ഭദ്രത പഠിപ്പിച്ചു തരാൻ വേണ്ടി തുടങ്ങിയ ഒരു ചടങ്ങായിരിക്കാം അത്. പിന്നെ സമ്പത്ത് കൈമാറുന്ന പോലൊരു ഇതുകൂടി ചടങ്ങ് കൂടിയാണ്. പിന്നെ അതിൽ ഒരു വിഷുവിനെ പറ്റി മെസ്സേജ് പറയുകയാണെങ്കിൽ വിഷു ഒരു ലാളിത്യത്തിന്റെ ഉത്സവമാണ്. ഓണം കുറച്ചുകൂടി ഗ്ലാമർ ഒരു ഗ്രാൻഡിയസ് ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഇതാണ്. ഇപ്പൊ വിഷുവിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ വിഷുക്കഞ്ഞി എന്ന് പറയും. രാവിലെ വിഷുക്കഞ്ഞി കുടിക്കുക. ഉച്ചയ്ക്കുള്ള ഭക്ഷണം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ചക്ക, ചീര, മാങ്ങ അങ്ങനെ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോ നമുക്ക് സിമ്പിൾ ഫെസ്റ്റിവലാണ്. പിന്നെ മെസ്സേജിനെ പറ്റി പറഞ്ഞ ഒരു വൈലോപ്പള്ളി, നമ്മുടെ മഹാകവി വൈലോപ്പള്ളി ശ്രീധരൻ മലയാളത്തിൽ മഹാകവി വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ വിഷുക്കണി എന്ന കവിതയിലെ ചില വരികൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ മെസ്സേജ് പറയാം. ഏത് ഭൂസര സങ്കല്പത്തിൽ വളർന്നാലും ഏത് യന്ത്രവൽകൃത ലോകത്ത് പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഒരിത്തിരി കൊന്നപ്പൂവും. അപ്പം നമ്മളെല്ലാവരും ഈ യന്ത്രവൽകൃത ലോകത്ത് ജീവിക്കുന്നവരാണ്. ധാരാളം മോശമായ കാര്യങ്ങളും നമ്മൾ കാണുന്നു. എന്നിരുന്നാലും മലയാള മണ്ണിന്റെ ഗുണവും ഗ്രാമത്തിന്റെ സൗന്ദര്യവും നമ്മളുടെ നല്ല ഐതിഹ്യങ്ങളും നമ്മുടെ നല്ല കൾച്ചറും നമ്മുടെ മക്കൾക്ക് നമുക്ക് പാസ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും വിഷുക്കണി പോലെ സുന്ദരവും സമൃദ്ധവുമായ ഒരു വരും വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. താങ്ക് യു.